So hello guys, welcome back to another episode of Skyblock series. So guys, നമ്മുടെ വീണ്ടും അടുത്ത സംഭവമായിട്ട് വീണ്ടും വന്നേക്കുവാണ്. നമ്മൾ സ്കൈ ബ്ലോക്ക് ആട്ടോ വന്നേക്കുന്നത്. ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒറ്റ മരവും പിന്നെ പെട്ടിക്കാതിരിക്കുന്ന ഒരു ഐസോട്ടയും ലാവയുണ്ട് നമ്മൾ തുടങ്ങാൻ. ആ ലാവ പോയാൽ ഈ സീരീസ് എൻഡാവും. നമുക്ക് എല്ലാം ഒന്ന് പൊട്ടിക്കണം. അവസാനത്തെ ഒരിക്കലും പൊട്ടിക്കുക, കാരണം വെച്ചാൽ പൊട്ടിച്ചാൽ നല്ല ഡിസ്പോണായി ഇപ്പോൾ. ഒരു സാപ്ലിങ് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കിട്ടിയാലേ കൊല്ലം കിട്ടത്തുള്ളൂ. പ്ലീസ് ഒന്ന് ഡ്രോപ്പാക്കുക ഗൈസ്. പിന്നെ ഇത് ഡൗൺലോഡ് ആക്കേണ്ട ഇതിൻ്റെ മോഡൊക്കെ മോഡെന്നല്ല, ഈ പാക്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചേർക്കാം. ഒരൊറ്റ കഷ്ണം മതി. ഒറ്റ കഷ്ണം പ്ലീസ് ഒന്ന് വാ, ഒന്ന് കിട്ടുക. ഈ സുധായിതാ എനിക്ക് ഇഷ്ടമില്ലാത്ത. ഒന്നും കിട്ടിയില്ലെങ്കിൽ തടി പോയി ഗൈസ്. ഒന്ന് ഒരെണ്ണം കിട്ടി. ഇനി ബാക്കി തടി കൂടെ പൊട്ടിച്ചിട്ട് വീരട്ടെ. അല്ല പിന്നെ ഗൈസ് ഇതൊന്നും കളയാൻ സൂക്ഷിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. ഷിഫ്റ്റിന് കൈ മാറ്റാം, അല്ലെങ്കിൽ തുറന്നങ്ങ് പോവും. ഈ മോഡെന്ന് പറയുമ്പോൾ സ്കൈ ബ്ലോക്കിൻ്റെ അഡ്വാൻസ്മെൻറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ ഈ രണ്ട് സാധനമായിട്ട് നമ്മളെല്ലാം എപ്പോഴും തുടങ്ങാം. ഇല്ലെങ്കിൽ പോയി. ഇവിടെ നിന്ന് ഇപ്പോൾ പൈസ ഞാൻ ഉണ്ടാക്കി കൂട്ടുക. ഒന്നിവിടെ 2 മൂന്നാമത്തെ ഉണ്ടാക്കി ഹീറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് നീട്ടി അവിടെ ഐസോട്ട് വെക്കുമ്പോൾ അവിടെ അങ്ങനെ അതുപോലെ കിടക്കും. നമ്മൾ അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ കബിൾസ്റ്റോൺ ജനറേറ്ററായി. ഇനി ഇത് പൊട്ടിച്ച് മാറ്റുക, ഇങ്ങോട്ട് ഇറങ്ങി വയ്ക്കുക. ഇത് പതുക്കെ അങ്ങ് പൊട്ടിക്കുക. ഗൈസ് എല്ലാം ലാഭം എപ്പോൾ ആണല്ലോ. ഗൈസിലോട്ട് പോയോ? ഒന്ന് കിട്ടി. അപ്പുറം വുഡ് വെക്കുവാണെങ്കിൽ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മളങ്ങ് ഞെക്കി പിടിച്ചാൽ മതി. വുഡ് പതുക്കെ മൈൻ ചെയ്തുള്ളൂ. കാണിച്ചാൽ ഇതുപോലെ അങ്ങ് കുറച്ച് നേരം ഇതുപോലെ അങ്ങ് പിടിച്ച് നിന്നാൽ മതി. ഇതുപോലെ നിന്നാൽ കുറച്ച് നേരം. ഇതൊക്കെ ഞങ്ങൾ പിടിച്ച് നിന്നാൽ സീനങ്ങ് തീർന്നു. ഗൈസ് നമുക്ക് ഇന്ന് പറ്റുവാണെങ്കിൽ അങ്ങോട്ട് പോകണം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡ് പിടിക്കാം. അപ്ഗ്രേഡ് അതിങ്ങനെ ഞെക്കി പിടിച്ചോണ്ട് എന്നാൽ മതി. കണ്ടോ, അതാകുമ്പോൾ ആ വുഡ് മൈൻ ചെയ്യുന്ന പോലെ അങ്ങ് പൊക്കോളൂ. ഗൈസ് ഇവിടെ ഫുഡില്ല, അത് ഞാൻ ഇനി എന്നെ എടുക്കുമെന്ന് അറിയത്തില്ല. കണ്ടോ സൈഡിൽ ഫുഡൊന്നും കാണുന്നില്ല. ഫുഡില്ലാത്തതുകൊണ്ട് പണിയാവോ എന്നൊക്കെ സംശയം തോന്നുന്നു. ഫുഡ് കിട്ടിയില്ലെങ്കിൽ വെള്ളിയാവും. ചിന്താതമെനിക്ക് തുള്ളി കയറി ഞാൻ. ഒരു 32-30 ഇല്ല കിട്ടുമ്പോൾ അതാകുമ്പോൾ സ്ലാബ് അങ്ങ് തുരാന്ന് വെച്ച് പോവാം. ഇതാണോ പനിന്ന് പകുതിയും ഇതിനകത്തോട്ടാണ് പോകുന്നത്, ലാവിക്കാത്തോട്ട് പോകുന്നത്. അതായത് സ്റ്റാക്ക് ഉണ്ട്, അതും കൊണ്ട് സ്ലാബ് അടിക്കാം. സ്ലാബില്ലേ നിൽക്കുക അങ്ങോട്ടേക്കാം. 60 തന്നെ കിട്ടിയുള്ളൂ. പക്ഷേ സേഫ്റ്റിക്ക് ഇവിടെ വെക്കും, അല്ലെങ്കിൽ ബോട്ടം സ്ലാബ് വെക്കാം. അതാകുമ്പോൾ ഇതാകത്തില്ല, എൻ്റെ മോബ്സ് സ്പോൺ ആകത്തില്ല. അല്ലെങ്കിൽ ഒന്നാമത് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് മോബും എല്ലാം പണിയാ. ചുറ്റിനും കിട്ടുവാണെങ്കിൽ ഓടി കിടക്കുന്ന ഞാൻ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ എപ്പോൾ വേണമെങ്കിലും മടിച്ചും കിട്ടി താരെ പോകാം. ഈ റൗണ്ട് ഫുള്ള് ചെയ്യണം. തീ പിടിക്കുന്നുണ്ട്.
അവിടെ എന്നാ തീ പിടിക്കാൻ എഴുതിട്ടാണോ ആർക്കറിയാം. ഇവിടെ മൊത്തം പൊതി, അതല്ലെങ്കിൽ അവിടെ വരെ ചാടിച്ചീടി പോകുമ്പോൾ പണിയാവും എനിക്ക്. ഇത് ഡേറ്റൊന്നും കളയില്ല, കളഞ്ഞാൽ ഡേറ്റും ഡ്യൂപ്ലിക്കേറ്റ് എനിക്ക് അറിയത്തൊന്നുമില്ല. ഒരു ട്യൂറ്റോറിയൽ അതോ ഇനി ട്യൂറ്റോറിയൽ ആപ്പണ്ട വരും. പിന്നെ വേറെ ശവലുണ്ടാക്കി നേരത്തെ സ്റ്റിക്കും വുഡും കളയുന്നത് കയ്യുണ്ടല്ലോ. പിന്നെ ഗൈസ് ഗ്രാസ് ഒന്നും കളഞ്ഞേക്കില്ല. ഞാനാണ് എന്നോട് തന്നെ ഗ്രാസ് കളഞ്ഞാൽ പിന്നെ ഗ്രാസ് അപ്പം വീണ്ടും ഞാൻ വേറെ സ്ഥലത്ത് പക്കത്തപ്പാൻ കൊണ്ട് വരും. അതുകൊണ്ട് ഗ്രാസ് ഒരെണ്ണം മാറ്റി വെക്കണം. അത് വെല്ലം പോയാൽ പണിയാകും കുട്ടാ. പിന്നെ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ ചിലവുണ്ടോ? നമുക്ക് റൂട്ട് ടു 1K ലൈക്കാണ്. അപ്പോൾ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. ഇവിടുന്ന് എല്ലാം താല്പര്യം ആവശ്യം ഓർത്ത് നോക്കി. കയ്യിൽ ഡേട്ട് ഇരിക്കുന്നു. ഇത് ഇതാണ്ടോ ചുമ്മാ തീ പിടിക്കുന്നു. ചുമ്മാ തീ പിടിച്ചല്ല, ആ വുഡും കത്തിപ്പോയി. സന്തോഷമായി. ഇവിടെ മൊത്തം ഇതുപോലെ കവർ ചെയ്യണം. സേഫ്റ്റി മുഖ്യം. ഇതെല്ലാം പോയാൽ പിന്നെ ഞാൻ പകുതി ചത്തെന്ന് വിചാരിച്ചാൽ മതി. പിന്നെ അയൺ തപ്പാൻ പിന്നെ അയൺ ഫാം ഉണ്ടാക്കണം. അയൺ ഫാം ഉണ്ടെങ്കിൽ വലിയ വേണം. അതൊക്കെ വലിയ വലിയ പണിയാണ്. അതാ പിന്നെ ഇപ്പോഴേ നമുക്ക് കെയർഫുള്ളായിട്ട് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ബി കെയർഫുൾ ദാറ്റ് എനിത്തിങ് വി ഡു. 1 2 3 4 5 6 5 കുറച്ചും കൂടെ വേണമായിരിക്കണം തോന്നുന്നു. സാരില്ല, ഒന്നും കൂടെ പൊട്ടിച്ചിട്ട് 6 ആക്കാം. അത് പോയി. ഇതിന് മണ്ട വല്ലതും കയറി നിൽക്കണം, അല്ലെങ്കിൽ ചത്തുപോവും. ചത്തുന്നല്ല, ലാവയ്ക്കകത്ത് പോവും. സാപ്പിളിങ്ങനെ എഴുതി വെച്ചേക്കും. പിന്നെ വലുതായിട്ട് അടിച്ചിറങ്ങി വാ. അവിടെ പോയി കിടക്കുന്നു, ഇങ്ങോട്ടൊന്നും വീണില്ല. ഗൈസ് മൾട്ടിപ്ലെയർ വല്ലതും വേണമെങ്കിൽ പറയാം കേട്ടോ, നമുക്ക് അതുപോലെ സെറ്റാക്കാം. ഗൈസ് ജനറേറ്റർ ഒന്നും കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്നാ ചെയ്തേ. എല്ലാവരും 3K ആയിട്ടോണ്ടിരുന്നേന്. എനിക്ക് സ്ട്രോങ് മൈൻഡ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമുള്ള പരിപാടിയാണ്. അത്ര മെനക്കെടണ്ടേ, അതിൽ എനിക്ക് താല്പര്യമില്ലാത്ത ജോലിയാണ് ഈ മെനക്കെടുന്നത്. പിന്നെ എൻ്റെ അത്യാവശ്യമായിപ്പോയി. നമുക്കിവിടുന്ന് അങ്ങോട്ട് കുറച്ച് സിനിമ ചെയ്യാം. ഒത്തിരി മെനക്കേടാണ്, ഇതിന് മെനക്കേടാ. സാരമില്ല, എന്നൊക്കെ പിക്കാക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് ഇങ്ങനെ ഉണ്ടാക്കണം, സെറ്റാക്കാം. ഇതോ തുമ്മ തീ പിടിക്കുന്നത് തന്നെ ഇങ്ങനെ. നമുക്ക് ഇതൊക്കെ ഒന്ന് ഒതുക്കാം. ചത്തുന്ന വെള്ളം നമുക്ക് ഈ ലാവിയാക്കിയിരിക്കാം. ഒരു കുഴപ്പമില്ല. ഇനി ഈ വെള്ളം എടുക്കുക. അതുകൊണ്ടൊക്കെ അതങ്ങ് പോലെ പേടിയാ. നമുക്കിതൊന്ന് വൃത്തിയാക്കാം. ഒരു നീറ്റായിട്ട് പെർഫെക്റ്റ് ക്ലീനിഷ്. ഗൈസ് ബെഡ്റൂമൊക്കെ ഇതിനകത്ത് കൊള്ളാലോ, ഞാൻ കണ്ടിട്ടില്ല.
രാവിലെ ഉണ്ടാക്കുന്ന മീൻ കാര്യം വെച്ചാൽ അത്രയും വുഡും പോകും കൂടെ. പിന്നെ നമുക്ക് ആ വുഡ് നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യമൊന്നുമില്ല. എന്നിട്ടും ഇവിടെ അങ്ങനെ ശരിയത്തില്ലല്ലോ. ഇതിവിടെ അങ്ങനെ മനസ്സിലായി. ശരി, നമുക്ക് നമ്മുടെ എന്നതാ എൻ്റെ പേര് ബെഡ് റോക്കിൻ്റെ സൈഡിൽ തന്നെ ജനറേറ്റർ ഉണ്ടാകും. ഇവിടെ ഈ വെള്ളം എടുത്തുകൊണ്ട് വരിക. വെള്ളം എടുക്കുക, ഇനി പോരുക, അവിടെ ഇരിക്കുക. അപ്പം അങ്ങോട്ട് പോരാ, ഇതുവരെ കിടക്കണമെങ്കിൽ നമ്മൾ വണ്ടി ഇനി ഇറങ്ങി വരിക. സ്റ്റോൺ വെക്കുക, ഒന്ന് രണ്ടെടുക്കണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ഓക്കെ. ഇപ്പോൾ എന്നിട്ട് അവിടെ പോവുക, ലാവ എടുക്കുക, ഇങ്ങ് പോരുക, അവിടെ കൊണ്ട് വെക്കുക. ഇത് രണ്ടാമത്തെ ഇത് നീറ്റായിട്ട് ഇരുന്നുണ്ട്, ഒരു രസം വൃത്തി വരെ. നമുക്ക് ഇവിടെ ഇങ്ങനെ മൈൻഡ് ചെയ്തുകൊണ്ട് കിട്ടാം. ഇപ്പം ഇന്നത്തുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പുതിയ നാളെ പുതിയ എപ്പിസോഡ് വീണ്ടും ബൈ ബൈ.